കേശവിന്റെയും ഗംഗയുടെയും കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷങ്ങളായി. പക്ഷെ ഇപ്പോഴും എന്നും രണ്ടുപേരും വഴക്കാണ്. പക്ഷെ ഇതിന്റെ അടിസ്ഥാന കാരണം കേശവ് ഒരു കുടികാരനാണ്. കേശവ് ദിവസവും കുടിച്ചിട്ട് ആടി ആടി വീട്ടിലേക്ക് വരും. എത്ര പ്രാവശ്യം നിങ്ങളോട് പറയാനാണ് കുടിച്ചിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് വരരുതെന്ന്? ഇത് എന്റെ വീടാണ്, എന്റെ വീട്ടിലേക്ക് വരാൻ പാടില്ലെന്ന് പറയാ. നീ ആരാണടേ? ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. ഇത് നിങ്ങളുടെ മകൻ സൗരവ്. സൗരവ് നിങ്ങളെ കണ്ട് ഒരുപാട് പേടിക്കുന്നുണ്ട്. ഇവന്റെ മുഖത്തിന് വേണ്ടിയെങ്കിലും നിങ്ങൾക്കൊന്ന് നന്നായി ശ്രമിച്ചൂടെ? ഇവൻ എന്റെ മകനാണ്. ഇവന്റെ മേലെ അക്കരയില്ലെന്ന് ആരാടി പറഞ്ഞത്? നീ മിണ്ടാതെ പോയി നിന്റെ ജോലി മാത്രം നോക്ക്. സൗരവ്, എടാ സൗരവ്. സൗരവ് അവന്റെ അച്ഛനെ കണ്ട് പേടിച്ച് ഓടിച്ചെന്ന് റൂമിനകത്ത് ഒളിച്ചിരിക്കും. നീയാണടി എന്റെ മോനെ വല്ലാതെ പേടിത്തൊണ്ടനാക്കിയത്. പിന്നെ കുടിച്ച ആ ബോധയിൽ അവൻ ഗംഗയെ നന്നായിട്ട് തല്ലുമായിരുന്നു. ഈ സംഭവം ദിവസവും തുടർന്നുകൊണ്ടേയിരുന്നു. അവൻ ദിവസവും കുടിച്ചിട്ട് വരും, എന്നിട്ട് അവന്റെ ഭാര്യയെ തല്ലും. കേശവിന്റെ മകൻ സൗരവ് ഇത് കണ്ട് ഒരുപാട് പേടിക്കുമായിരുന്നു. എന്നിട്ട് ഓടിച്ചെന്ന് ഒരു മൂലയിൽ ചെന്നിരിക്കുമായിരുന്നു. ഒരു ദിവസം എന്തു പറ്റിയെന്നാൽ ഗംഗ കേശവിന്റെ കുടി നിർത്താനായി എന്തെങ്കിലും ഒരു വഴി കിട്ടുമോ എന്ന് ഒരുപാട് സമയം ആലോചിച്ചുകൊണ്ടേയിരുന്നു. അതിനുവേണ്ടി ഗംഗ അവളുടെ അച്ഛനെ അവളുടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അച്ഛാ, ദിവസവും ഇങ്ങനെയാണ് നടക്കുന്നത്. അദ്ദേഹം ദിവസവും കുടിച്ചിട്ട് വരുന്നു, പിന്നെ എന്നെ ഇട്ട് തല്ലുന്നു. പിന്നെ സൗരവ് അവന്റെ അച്ഛനെ കണ്ട് ഒരുപാട് പേടിക്കുന്നുണ്ട്. നീ ഒന്ന് വിഷമിക്കണ്ട മോളെ, ഞാൻ മകന്റോട് ഞാൻ സംസാരിച്ചോളാം. അച്ഛനും മകളും കേശവ് വരാനായി കാത്തിരിക്കുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം കേശവ് അവിടേക്ക് വന്നു. അവൻ അപ്പോഴും ബോധയിലായിരുന്നു. അമ്മാവാ, നിങ്ങളെപ്പോഴാ വന്നത്? വരൂ വരൂ വരൂ. എടി ഗംഗ, നിന്റെ അച്ഛന് നന്നായിട്ട് ചോറ് കൊടുത്ത് നല്ലോണം നോക്കണം. പിന്നെ എനിക്ക് ഇത്തിരി ചോറ് വേണം, മനസ്സിലായോ? ഞാൻ കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നതല്ല മോനെ, നിന്നോട് കുറച്ച് സംസാരിക്കാനാണ്, മനസ്സിലായോ? എന്റെ അടുത്ത് നിങ്ങൾ എന്താ സംസാരിക്കാൻ പോകുന്നത്? മോനെ, നിങ്ങൾ ദിവസം ഇങ്ങനെ മദ്യപിച്ചിട്ട് വരുന്നത് ശരിയല്ല. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ തോന്നുന്നു. ഇതുപോലെ നിങ്ങൾ കുടിച്ചിട്ട് വന്നാൽ നിങ്ങളുടെ കുടുംബവും പിന്നെ ഈ ജീവിതവും ഒക്കെ നാശമായിട്ട് പോകും, മനസ്സിലായോ? അതുമാത്രമല്ലാതെ നിങ്ങളുടെ മകനും വല്ലാതെ പേടിക്കുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് എല്ലാം ശരിയാണ് അമ്മാവാ, എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു തരണമെന്ന് ഒരു കാര്യവും ഇല്ല. ഞാൻ എൻ്റെ മകൾക്കും പിന്നെ എൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടിയാണ് സംസാരിച്ചത്. അവൾ നിങ്ങളുടെ മകളല്ല, എന്റെ ഭാര്യയാണ്. ഞാൻ എങ്ങനെ വെച്ചിട്ടുണ്ടോ അങ്ങനെ തന്നെ അവൾ ഉണ്ടാവണം. അവളെ ഞാൻ അടിക്കും, കൊല്ലും, എന്ത് വേണമെങ്കിലും ചെയ്യും. അങ്ങനെ പറയില്ല മോനെ, നിങ്ങൾ പറയുന്നത് മര്യാദയല്ല. അവൾ ഇപ്പോഴും എന്റെ മകളാണ്. നിങ്ങൾ അടിക്കുന്നെന്ന് പറഞ്ഞിട്ട് എനിക്ക് വെറുതെ ഇരുന്ന് കാണാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കൂട്ടിക്കൊണ്ടു പോ, നിങ്ങളും നിങ്ങളുടെ മകൾ ഇവിടുന്ന് പോവാൻ. ഞാനൊന്ന് നോക്കട്ടെ അവളെ നിങ്ങൾ എത്ര ദിവസം നിങ്ങൾ വീട്ടിൽ വെച്ചിട്ടുണ്ടെന്ന്. വരുമ്പോളെ നമുക്ക് പോവാം. ഇയാളുടെ അടുത്ത് സംസാരിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. പക്ഷേ സൗരവ്, അമ്മ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ വരും. നീയും പോയിക്കോ, നിന്റെ അമ്മേനെ കൂടെ നീയും പോയിക്കോടാ. വരൂ ഗംഗ, ഇയാളുടെ അടുത്ത് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ശരി. ഗംഗയും സൗരവും അവരുടെ അച്ഛനോടൊപ്പം തിരിച്ചുപോയി. മധവ്കൗർ റാവു ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്നു. അദ്ദേഹത്തിനൊരു മാന്തോട്ടം ഉണ്ടായിരുന്നു. അപ്പൂപ്പ, ഇത്രയും മാങ്ങകളോ? ഈ മാങ്ങയൊക്കെ ഞാൻ കഴിക്കും. എല്ലാം നിനക്ക് തന്നെയാണ്, നീ തന്നെ കഴിച്ചോളൂ. നമ്മുടെ തോട്ടത്തിലുള്ള മാമ്പഴല്ലേ. സൗരവ് അപ്പൂപ്പന്റെ വീട്ടിലേക്ക് ചെന്നതും ഒരുപാട് സന്തോഷിച്ചു. ഗംഗ ഒരുപാട് സങ്കടത്തോടെയായിരുന്നു. അവൾ സാമ്പത്തികതയെ കുറിച്ച് ആലോചിച്ചു. അച്ഛാ, ഞാനിവിടെ വന്നിട്ട് പോകാം. പക്ഷേ ഇപ്പോൾ ഞാൻ കാരണം നിങ്ങൾക്ക് ഒരുപാട് ചെലവ് വന്നല്ലേ? നിങ്ങൾ ഈ മാമ്പഴം വിറ്റ് എങ്ങനെയോ ജീവിച്ചു പോവുകയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ കാര്യവും നിങ്ങളുടെ തലയിലായി. ഇനി നിങ്ങൾ എന്ത് ചെയ്യും അച്ഛാ? നീ ഒന്നും വിഷമിക്കേണ്ട ഗംഗ, മേലുള്ള ഭഗവാൻ ഉണ്ടല്ലോ, അയാൾ എല്ലാം നോക്കിക്കോളും. ആ മദ്യപിക്കുന്ന ഭർത്താവിന്റെ അടുത്തുനിന്ന് നീ രക്ഷപ്പെട്ടത് തന്നെ വലിയ കാര്യമാണെന്ന്. ദൈവം എല്ലാത്തിനും നല്ല കാര്യം ചെയ്യുള്ളൂ. ശരി അച്ഛാ. ഗംഗ വീട്ടുജോലി എല്ലാം തന്നെ ചെയ്യുമായിരുന്നു. പക്ഷെ മധവ്കൗർ റാവു എപ്പോഴും ആ മാന്തോട്ടത്തിൽ തന്റെ പേരക്കുഞ്ഞിനോടൊപ്പം സംസാരിച്ചുകൊണ്ടേയിരുന്നു. അവർ രണ്ടുപേരും സന്തോഷത്തോടെ ഇരുന്നു. അപ്പൂപ്പ, ഈ മരം നിങ്ങൾ എപ്പോഴാണ് നട്ടത്? ആ മരമോ? ആ മരം നിന്റെ അമ്മയുടെ ചെറുപ്രായത്തിലപ്പോ ഞാൻ വെച്ചതാണ്. ദൈവമേ, അപ്പോൾ ആ വലിയ മരം?
ആ മരം ഞാൻ വെച്ചതല്ല, ആ മരം എന്റെ അച്ഛൻ വെച്ചതാണ്. അതായത് ഞാൻ ജനിക്കുന്ന മുമ്പ് തന്നെ. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളെക്കാളും വലുതാണോ? അതെ. അപ്പോഴാണ് ഗംഗ എല്ലാവർക്കും വേണ്ടിയും ചായയും ബിസ്ക്കറ്റും കൊണ്ടുവന്നത്. മതി മതി, രണ്ടുപേരും വന്ന് ചായയും ബിസ്ക്കറ്റും കഴിക്കൂ. മോളെ ഗംഗ, നിന്റെ കൈ കൊണ്ട് ചട്നി ഉണ്ടാക്കുന്ന കഴിച്ച് കുറെ ദിവസമായല്ലോ. ഇത് കണ്ടില്ലേ, മാമ്പഴം കൊണ്ട് ചട്നി ഉണ്ടാക്കിയാൽ വളരെ നന്നായിട്ടുണ്ടാവും. ശരി അച്ഛാ, ഇന്ന് ചെയ്ത് വൈകുന്നേരം കൊണ്ടുവരാം. ശരി മോളെ. മധുക്കറും സൗരവും ചായ കുടിച്ചുകൊണ്ട് ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടിരുന്നു. ഗംഗ വീട്ടിലേക്ക് പോയിട്ട് മസാല ഉപയോഗിച്ച് ചട്നി റെഡി ചെയ്യാൻ തുടങ്ങി. കുറച്ചു സമയത്തിനകം തന്നെ അവളുടെ ചട്നി റെഡിയായി. ചട്നി റെഡിയായിരിക്കുന്നു. ഗംഗ ചട്നി എടുത്തിട്ട് തോട്ടത്തിലേക്ക് വന്നപ്പോൾ അവിടെ മധുക്കറിന്റെ 2 കൂട്ടുകാർ വന്നിരുന്നു. അച്ഛാ, ചട്നി റെഡിയായി അച്ഛാ. എന്റെ മോളെ, ഇവര് രണ്ടുപേർക്കും നീ കൊടുക്കൂ. ശരി അച്ഛാ. ഗംഗ 2 മാങ്ങ കട്ട് ചെയ്ത് അതിൽ ചട്നി പുരട്ടി വെച്ചു. അത് ആ കൂട്ടുകാർക്ക് കഴിക്കാൻ നൽകി. അവർ ആ മാങ്ങ കഴിച്ചിട്ട്, എന്റെ അമ്മോ, വളരെ നന്നായിട്ടുണ്ട്, നല്ല രുചിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഗംഗ നന്നായിട്ട് ചട്നി ഉണ്ടാക്കുമെന്ന്. ശരിയല്ലേ? നമ്മുടെ മകള് ഇതുപോലെ ചട്നി ഉണ്ടാക്കി വിറ്റാൽ വേഗം നന്നായിട്ട് ബിസിനസ് ഉണ്ടാവും, നല്ല കച്ചവടം ഉണ്ടാവും, ജനങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ആ, അത് ശരി തന്നെയാണ്. ഇത് കേട്ടതും ഗംഗ ആലോചിക്കാൻ തുടങ്ങി. എങ്ങനെയും ഞാൻ വരുമാനത്തിന് വേണ്ടി ആലോചിച്ചു കൊണ്ടിരിക്കുക. ഈ മാങ്ങ വിറ്റ് നമുക്ക് കാശ് കിട്ടിയാൽ നമ്മുടെ എല്ലാ പ്രശ്നവും അതോടെ തീരുമല്ലോ. എന്തു പറ്റി ഗംഗ? അച്ഛാ, ഞാൻ എന്താലോചിക്കുന്നെന്നാൽ ആ മാമ പറഞ്ഞതുപോലെ നമുക്ക് മാങ്ങ വിറ്റ് കാശുണ്ടാക്കിയാലോ? തീർച്ചയായും നല്ല വരുമാനമായിരിക്കും. ഈ ആലോചനയും കുഴപ്പമില്ല, ഞാൻ നിന്റെ കൂടെ നിൽക്കാം മോളെ. അടുത്ത ദിവസം മുതൽ ഗംഗ മാർക്കറ്റിൽ തള്ളുവണ്ടിയിൽ മാങ്ങകൾ വെച്ച് വിൽക്കാൻ തുടങ്ങി. അവളുടെ വണ്ടിയിലുള്ള മാങ്ങകൾ കണ്ടിട്ട്, ഈ മാങ്ങയൊക്കെ എത്ര രൂപയാ? 15 രൂപ ചേച്ചി, എനിക്കൊരു പ്ലേറ്റ് താ. ഗംഗ അവർക്ക് ഒരു പ്ലേറ്റ് മാങ്ങ നൽകി. എന്നിട്ട് 15 രൂപ അവളുടെ കയ്യിൽ അവൾ വാങ്ങി. വാവ്, ഇത്രയും രുചിയുള്ള മാങ്ങ ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. പിന്നീട് ഒരുപാട് ആൾക്കാർ വന്ന് ഗംഗയുടെ കടയിൽ നിന്നും മാങ്ങ വാങ്ങി കഴിക്കാൻ തുടങ്ങി. ആദ്യ ദിവസം തന്നെ ഗംഗയുടെ വ്യാപാരം നന്നായി ചൂടുപിടിച്ചു. വൈകുന്നേരത്തിനകം തന്നെ എല്ലാ മാങ്ങയും വിറ്റുകഴിഞ്ഞു. ഗംഗ അവളുടെ കട മൂടി. എന്നിട്ട് അവളുടെ ആദ്യ വരുമാനം കണ്ട് അവൾ ഒരുപാട് സന്തോഷിച്ചു. അവൾ സന്തോഷത്തോടെ തിരിച്ചു വീട്ടിലേക്ക് പോയി. ഇന്നത്തെ ദിവസം എങ്ങനെ പോയി മോളെ? വളരെ നന്നായിരുന്നു അച്ഛാ. എല്ലാവർക്കും നമ്മുടെ മാങ്ങ ഒരുപാട് ഇഷ്ടമായി. എല്ലാരും എന്നെ ഒരുപാട് പുകഴ്ത്തി അച്ഛാ. മാത്രമല്ല, ഇവിടെ നോക്കൂ, ഇന്നത്തെ വരുമാനം. എന്റെ മോളെ, എനിക്ക് വിശ്വാസം ഉണ്ടായി നിന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന്. ഇന്ന് എല്ലാ മാങ്ങയും തീർന്നു അച്ഛാ. ഞാൻ നിനക്ക് വേണ്ടി ഇതുപോലെ ദിവസവും മാങ്ങ പറിച്ചു വെക്കാം മോളെ. നമുക്ക് ദിവസം ഇതുപോലെ ചെയ്താൽ ഞാൻ പുറത്തു പോലും ഇതുപോലെ വാങ്ങിയിട്ട് വരാം മോളെ. ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായാൽ നമ്മുടെ കച്ചവടം നന്നായിട്ടുണ്ടാവും. വളരെ നന്ദി അച്ഛാ. ശരി, സൗരവ് എവിടെ? അവൻ കളിച്ച് കളിച്ച് അല്ലാണ്ട് ക്ഷീണിച്ചു പോയി. അതുകൊണ്ട് അവന് ഞാൻ ഭക്ഷണം കൊടുത്തു. അവനിപ്പോ കിടക്കുകയാണ് മോളെ. അച്ഛാ, നിങ്ങൾ മാത്രമില്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താകുമായിരുന്നു? എന്റെ മോളെ, ഞാൻ നിന്റെ അടുത്ത് അല്ലാണ്ട് പിന്നെ വേറെ ആരാ നിൽക്കുക? നീ എന്റെ സ്വത്താണ്, നീ എന്റെ മുത്താണ് മകളെ. നീ അല്ലാതെ എനിക്ക് എങ്ങനെ ഇവിടെ നിൽക്കാനാ? ഗംഗ അവളുടെ അച്ഛനെ കെട്ടിപ്പിടിച്ചു. അവർ രണ്ടുപേരും അവരുടെ സ്നേഹം മാറി മാറി കൈമാറി. ഗംഗ ദിവസവും മാങ്ങകൾ വിൽക്കാൻ തുടങ്ങി. അവളുടെ അച്ഛൻ അവളെ സഹായിക്കാനും തുടങ്ങി. സൗരവിനെയും നന്നായിട്ട് നോക്കി. ഇപ്പോൾ ഗംഗയ്ക്ക് അവളുടെ കുടിക്കുന്ന ഭർത്താവിന്റെ ആവശ്യം തന്നെ ഇല്ലായിരുന്നു. മധുക്കർ പറഞ്ഞത് വളരെ ശരിയാണ്. പെണ്ണുങ്ങൾ എല്ലാരും തന്നെ ജോലിക്കാരല്ല. ഏതോ ഒരു ഗ്രാമത്തിൽ ആകാശും വികാസും എന്ന പേരുള്ള 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ആകാശ് ഒരു പാവപ്പെട്ടവനും വികാസ് പണക്കാരനുമായിരുന്നു. ഇന്നലെ അച്ഛൻ ഒരു സയൻസ് എക്സിബിഷനിൽ പോയി. എന്നിട്ട് ഈ ഭൂതക്കണ്ണാടി മേടിച്ചു. നിങ്ങളൊക്കെ വലിയ പണക്കാരല്ലേ? ജീവിതത്തിൽ നല്ല സുഹൃത്തുക്കൾ ഇല്ലെങ്കിൽ പിന്നെ ആ പണം ഉണ്ടായിട്ട് എന്ത് പ്രയോജനം? എന്നാൽ വാ, ഞാൻ ഇന്നലെ നിനക്ക് മോരുവെള്ളം മേടിച്ചു തന്നില്ലേ? ഇന്ന് നീ സമോസ മേടിച്ചതാ. എന്നാ വാ, നമുക്ക് മാർക്കറ്റിൽ പോകാം. ആകാശും വികാസും മാർക്കറ്റിലേക്ക് പോയി. അവര് നോക്കിയപ്പം കടയില് ഒരുപാട് ആൾക്കൂട്ടം ഉണ്ട്. 2 സുഹൃത്തുക്കളും കടയുടെ അടുത്തേക്ക് പോയി. ചേട്ടാ, കടയിൽ എന്താ ഇത്രയും ആൾക്കൂട്ടം? സമൂസയുടെ പുതിയ കട തുടങ്ങിയിട്ടുണ്ട്. അതിന് നല്ല രുചിയുള്ള സമൂസയാണ്. ഒരു പ്രാവശ്യം കഴിച്ച പിന്നെ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണം തോന്നും. താ പണം താ, ഞാൻ 2 സമൂസ മേടിക്കട്ടെ. എനിക്ക് വേണ്ട, നീ മേടിച്ചോ. എനിക്ക് വയറ്റിൽ നല്ല സുഖം തോന്നുന്നില്ല.
ആകാശ് അവന് വേണ്ടി അവിടുന്ന് ഒരു സമോസ മേടിക്കുമ്പോ അപ്പോഴാണ് വികാസിന്റെ ശ്രദ്ധ സമോസ വിൽക്കുന്ന ആളുടെ അടുത്തേക്ക് പോകുന്നത്. വികാസ് സമോസ വിൽക്കുന്ന ആളെ സംശയത്തോടു കൂടിയാണ് നോക്കിയത്. ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഒരു സമോസ കിട്ടിയത്. കൊള്ളാം, ഇത്രയും രുചിയുള്ള സമോസ ഞാൻ മുമ്പേ കഴിച്ചിട്ടേ ഇല്ല. നീ ഒന്ന് കഴിച്ചു നോക്ക്. ഒരു പ്രാവശ്യം കഴിച്ചാ എപ്പോഴും ചോദിക്കും. ഈ കടയുടെ പേരൊന്ന് നോക്കട്ടെ, നാളെ പിന്നെ വരാമല്ലോ. ആകാശ് കടയുടെ പേര് നോക്കി. കടയുടെ പേരായിരുന്നു അത്ഭുതമുള്ള സമോസ. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ? എന്ത്? എല്ലാവരും ആ സമോസയെ കുറിച്ച് നല്ലത് മാത്രമേ പറയുന്നുള്ളൂ. അവര് പറയുന്നത് ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ എപ്പോഴും ചോദിച്ചോണ്ടിരിക്കുമെന്നാണ്. എനിക്ക് തോന്നുന്നത് ആ അത്ഭുതമുള്ള സമോസയിൽ എന്തോ പ്രശ്നമുണ്ടെന്നാ. ആ സമോസ വിൽക്കുന്ന ആളെ കണ്ടിട്ട് ഒരു സംശയം തോന്നുന്നു. നീ ആ ഡിറ്റക്റ്റീവ് നോവൽ പഠിച്ച് നിനക്ക് പ്രാന്തായെന്നാ തോന്നുന്നേ. വാ, വീട്ടിലേക്ക് പോവാം. നല്ല ഇരുട്ടായി, മഴ പെയ്യുമെന്നാ തോന്നുന്നേ. ആകാശും വികാസും അവരവരുടെ വീട്ടിലേക്ക് മടങ്ങി. അടുത്ത ദിവസം ആകാശ് ഉറങ്ങി എണീറ്റപ്പോ പെട്ടെന്ന് അവന് അത്ഭുതമുള്ള സമോസയുടെ കടയിൽ നിന്ന് ആ അത്ഭുതമുള്ള സമോസ കഴിക്കണമെന്ന് തോന്നി. ആകാശിന് പാരമ്പര്യമായിട്ട് കട്ടിലുണ്ടാക്കുന്ന പണിയായിരുന്നു. മോനെ, രാംപാൽ അദ്ദേഹത്തിന് കട്ടിൽ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി അച്ഛാ. ആകാശ് കട്ടിലുണ്ടാക്കാൻ തുടങ്ങി. പക്ഷെ ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധിക്കാൻ ആകാശിനെ കൊണ്ട് ഒട്ടും പറ്റിയില്ല. അച്ഛാ, ഞാൻ സമോസ കഴിച്ചേച്ചു വരട്ടെ, ഇപ്പൊ തന്നെ വരാം. 2-3 ദിവസം ആകാശിന്റെ അച്ഛൻ അവനോടൊന്നും പറഞ്ഞില്ല. എന്നാലും ഒരു ദിവസം ആകാശ് വെളുപ്പാങ്കാലത്ത് സമോസ കഴിക്കാൻ പോകുമ്പോ അവന്റെ അച്ഛൻ അവനെ അവിടെ തടഞ്ഞു. എന്തിനാ നീ ദിവസം സമോസ കഴിക്കാൻ പോകുന്നത്? സമോസ കഴിച്ച് നീ വെറുതെ വയറ് കേടാക്കുന്നു. ഇതിനു മുമ്പൊന്നും നീ ഇത്രയും സമോസ കഴിച്ചിട്ടില്ലല്ലോ. പക്ഷെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നീ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. ഇന്ന് നീ ഏതായാലും കഴിക്കാൻ പോകുന്നില്ല. പക്ഷേ അച്ഛാ, സമോസ കഴിച്ചില്ലെങ്കിൽ എനിക്കിനി ജീവിക്കാൻ പറ്റില്ല. പോകാതിരിക്കാൻ വേണ്ടി ആകാശിന്റെ അച്ഛൻ ആകാശിന്റെ കയ്യെ കയറി പിടിച്ചു. പക്ഷെ എന്നിട്ടും ആകാശ് നിന്നില്ല. നാട്ടുകാരെ, എന്റെ മകന് ഭ്രാന്ത് പിടിച്ചു. അവനെ തടയാൻ നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. ആകാശിന്റെ അച്ഛൻ ആകാശിന്റെ കയ്യെ കയറി പിടിച്ചു. ആകാശിന്റെ അച്ഛനെ വേറൊരാള് പിടിച്ചു. എന്നിട്ട് അയാളെ വേറൊരാളും കൂടെ പിടിച്ചു. രണ്ടാമത്തെ ആളെ മൂന്നാമതും, മൂന്നാമത്തെ ആളെ നാലാമതും, അങ്ങനെ ഒരു മനുഷ്യ ചങ്ങല ഉണ്ടാക്കി. ആകാശ് അവന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് അവന്റെ കൈ പറിച്ചെടുത്തു. അങ്ങനെ ആ മനുഷ്യ ചങ്ങല അവിടെ തന്നെ വീണു. ആകാശ് അന്നും പോയിട്ട് സമോസ കഴിച്ചു. അടുത്ത ദിവസം ആകാശിന്റെ അച്ഛൻ വികാസിനെ കാണാൻ അവന്റെ വീട്ടിലേക്ക് പോയി. വികാസ് മോനെ, ആകാശിന് എന്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞൂടാ. മാർക്കറ്റില് അത്ഭുത സമോസ എന്ന പേരുള്ള പുതിയ കട തുടങ്ങിയിട്ടുണ്ടല്ലോ. ഏതു നേരവും ആ കടയിലെ സമോസ കഴിക്കാനാ പോകുന്നേ. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട അങ്കിൾ, ഞാനെല്ലാം നോക്കിക്കോളാം. അന്ന് രാത്രി അത്ഭുത സമോസയുടെ കടയിലെ ഉടമസ്ഥൻ കടയും പൂട്ടിയേച്ച് തിരിച്ച് വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോ വികാസ് അയാളെ ഒരു ഭൂത കണ്ണാടി വെച്ച് നോക്കി. വികാസ് ആ കടയുടെ ഉടമസ്ഥന്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. അധികം താമസം ഒന്നും ഇല്ലാതെ നാട്ടിലെ എല്ലാ ആൾക്കാരും സമോസ കഴിക്കാൻ വരും. നമ്മളിനി വലിയ പണക്കാരാകും. വിഡ്ഢിയായ ആ ഗ്രാമത്തിലെ ആൾക്കാർക്ക് ഈ കാര്യം അറിയത്തുമില്ലായിരുന്നു നിങ്ങൾ ഒരു കെമിസ്റ്റ് ആണ്. ആ സമോസയില് മയക്കുമരുന്ന് ചേർത്തിട്ടുണ്ടെന്ന്. എന്നിട്ട് പിന്നെ അവർക്ക് ആ സമൂസ മാത്രം മതിയെന്നേ തോന്നുള്ളൂ. പതുക്കെ പറ, ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ എല്ലാവരും എടുത്തിട്ട് അടിക്കും. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം വികാസ് കേട്ടു. അടുത്ത ദിവസം വികാസ് കുറച്ച് ആൾക്കാരെ കൂട്ടിയിട്ട് ആ അത്ഭുത സമോസയുടെ കടയുടെ മുമ്പിലേക്ക് പോയി. എന്താ പ്രശ്നം? നിങ്ങൾ എല്ലാവരും എന്തിനാ ഇവിടെ വന്നത്? ഈ കാര്യം ഞങ്ങൾ നിങ്ങളോട് പിന്നീട് പറയാം. മുഖിയ ചിറ്റപ്പ, ആദ്യം നിങ്ങൾ സമോസ കഴിക്ക്. മുഖിയ ചിറ്റപ്പൻ ആ സമോസ കഴിച്ചു. ഇനിയും സമോസ കഴിക്കണം എന്നാണ് എന്റെ മനസ്സ് എന്നോടിപ്പോ പറയുന്നത്. മര്യാദയ്ക്ക് സത്യം പറയണം. നീ നിന്റെ സമോസയിൽ എന്താ ചേർക്കുന്നത്? എന്റെ സമോസയില് ഉരുളക്കിഴങ്ങും അതിന്റെ മസാല അല്ലാതെ വേറെ ഒന്നും ചേർക്കില്ല. സത്യം തുറന്നു പറഞ്ഞോണം, ഇല്ലെങ്കിൽ ഞാനിപ്പോ പോലീസിനെ വിളിക്കും. പോലീസ് എന്ന് കേട്ടപ്പോ തന്നെ ആ കടയുടെ ഉടമസ്ഥൻ പേടിച്ചുപോയി. എന്നിട്ട് ചെയ്ത തെറ്റെല്ലാം ഏറ്റു പറഞ്ഞു. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എന്റെ വിൽപ്പന കൂട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ എന്റെ സമോസയില് മയക്കുമരുന്ന് ചേർക്കുന്നത്. എന്നാലേ ആൾക്കാരിൽ സമോസ കഴിക്കാനുള്ള ആഗ്രഹം കൂടൂ. എന്നിട്ട് അവര് എപ്പോഴും സമോസ കഴിക്കാൻ വേണ്ടി എന്റെ കടയിലേക്ക് വരും. വികാസ് എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിപ്പിച്ചു. പോലീസ് അവിടെ എത്തി ആ കെമിസ്റ്റിനെ അറസ്റ്റ് ചെയ്തു.
അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് എപ്പോഴും പറയുന്നത് പുറത്തുണ്ടാക്കുന്ന സാധനങ്ങൾ എപ്പോഴും അധികം ഒന്നും കഴിക്കാൻ പാടില്ലെന്ന്. ഒരു ഗ്രാമത്തിൽ ബബ്ലു എന്ന പേരുള്ള ഒരു ചെറുക്കനുണ്ടായിരുന്നു. ബബ്ലു ഒരു അനാഥയായിരുന്നു. അവൻ ഗ്രാമത്തിലെ ആട്, പശു, കാളയെല്ലാം മയക്കാൻ കൊണ്ടുവരുന്നു. അതിനു പകരം ഗ്രാമത്തിലെ എല്ലാവരും വീട്ടിലെ ആഘോഷത്തിന് വേണ്ടി അവനെ വീട്ടിൽ വിളിച്ച് ആഹാരവും മുട്ടായും കൊടുക്കുമായിരുന്നു. മധുരം കഴിച്ച ബബ്ലു ഒരുപാട് സന്തോഷിക്കുമായിരുന്നു. എന്നിട്ട് പശുക്കളെ മേയ്ക്കാൻ പോകുമ്പോ കാട്ടിനകത്തിരുന്ന് ഓടക്കുഴൽ വാഴിക്കുമായിരുന്നു. ഒരു ദിവസം ഗ്രാമത്തില് ബസന്ത് പഞ്ചമിയുടെ ആഘോഷമായിരുന്നു. ആ ദിവസം ബബ്ലുവിന് കഴിക്കാൻ ഒരുപാട് മിഠായി കിട്ടി. ബബ്ലു കാട്ടിനകത്തിരുന്ന് ആ മുട്ടായി കഴിക്കുമ്പോ ആ സമയത്ത് പ്രായമായ ഒരു മനുഷ്യൻ ബബ്ലുവിന്റെ അടുത്തെത്തി. മോനെ, 4 ദിവസമായിട്ട് ഒരു സാധനം കഴിച്ചിട്ടില്ല. ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. കഴിക്കാനായിട്ട് എന്തെങ്കിലും തരുമോ? ബബ്ലു കയ്യിലിരുന്ന പാതി മുട്ടായി ആ പ്രായമായ മനുഷ്യന് കൊടുത്തു. ആ പ്രായമായ മനുഷ്യൻ ആ മുട്ടായി കയ്യിലെടുത്തപ്പോ അയാള് വനത്തിലെ ഒരു ദൈവമായിട്ട് മാറി. നീ നല്ല കുട്ടിയാണ് ബബ്ലു. നീ കഴിക്കേണ്ടത് പോലും ആലോചിക്കാതെ അതിന്റെ പകുതി നിനക്ക് തന്നില്ലേ? എനിക്ക് വളരെ സന്തോഷമായി. നിനക്ക് ഞാൻ 4 സാധനങ്ങൾ തരാം. അത് നിന്റെ കഷ്ടകാല സമയത്ത് ഉപകാരപ്രദമായിരിക്കും. ആ ദൈവം ബബ്ലുവിന് 3 കൊട്ട കൊടുത്തു. ആദ്യത്തെ കൊട്ടയില് കാറ്റുണ്ട്, രണ്ടാമത്തെ കൊട്ടയില് വെള്ളമുണ്ട്, മൂന്നാമത്തെ കൊട്ടയില് തീയുണ്ട്. അങ്ങനെ പറഞ്ഞ് വനത്തിലെ ദൈവം അപ്രത്യക്ഷപ്പെട്ടു. അവരെന്റെ അടുത്ത് പറഞ്ഞപ്പോ 4 സാധനങ്ങളെന്നല്ലേ പറഞ്ഞത്? പക്ഷേ ഇതിപ്പോ 3 ഉള്ളൂ. കുഴപ്പമില്ല. കയ്യിലിരുന്ന ബാക്കി മധുരം ഒന്നും ബബുലിനെ കൊണ്ട് തിന്നു തീർക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് നിലത്തൊരു കുഴി കുഴിച്ചേച്ച് മുട്ടായി എല്ലാം അതിനകത്തിട്ടു. അടുത്ത ദിവസം ബബ്ലു തിരിച്ച് ആ സ്ഥലത്ത് തന്നെ എത്തിയപ്പോ അയാള് ശ്രദ്ധിച്ചു നോക്കി. അയാള് കുഴിച്ചിട്ടിരുന്ന മിഠായിയുടെ സ്ഥലത്ത് മിഠായിയുടെ ഒരു മരം തന്നെ കിളിച്ചു വന്നിട്ടുണ്ട്. അതില് ഇഷ്ടപ്പെട്ട ഒരുപാട് മിഠായികൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷേ ഇത് ആ വനദേവൻ കൊടുത്തയച്ച വരമായിരിക്കുമോ? ബബ്ലു ആ മരത്തില് വലിഞ്ഞു കയറി. എന്നിട്ട് അവിടെ മിഠായി ഇരുന്നുകൊണ്ട് കഴിച്ചു. ആ സമയത്ത് ആ കാട്ടിൽ കൂടെ പ്രായമായ ഒരു യക്ഷി പോകുന്നുണ്ടായിരുന്നു. അവര് മരത്തിലിരിക്കുന്ന ബബ്ലുവിനെ കണ്ടു. കൊള്ളാമല്ലോ, ഇന്ന് കഴിക്കാൻ പറ്റിയ ഒരു സാധനത്തിനെയാ കിട്ടിയത്. എവനെ പിടിച്ച് ഞാൻ നല്ല മസാലയൊക്കെ ഇട്ടിട്ടായിരിക്കും കഴിക്കുന്നത്. പക്ഷെ ആദ്യം ചെയ്യേണ്ടത് എവനെ മരത്തേന്ന് താഴെ ഇറക്കണം. പ്രായമായ ആ യക്ഷി നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീയുടെ രൂപത്തിൽ വന്നു. എന്നിട്ട് മിഠായിയുടെ മരത്തിന്റെ അടിയിൽ ചെന്നിട്ട് നേരെ ബബ്ലുവിനോട് പറഞ്ഞു, അല്ല ബബ്ലു മോനെ, മരത്തേൽ എന്തുമാത്രം മിഠായിയാണുള്ളത്? ഇതേന്നു കുറച്ച് മിഠായി പറിച്ച് എനിക്കൂടൊന്ന് തന്നാൽ എനിക്കും കഴിക്കാൻ പറ്റുമല്ലോ. ഞാൻ സ്വീറ്റ് താഴേക്കിടാം, നീ കഴിച്ചോട്ടോ. അല്ല മോനെ, നീ മിഠായി പറിച്ച് താഴോട്ട് എറിഞ്ഞാൽ ആ മിഠായി അഴുക്കായി പോവില്ലേ? അല്ല മോനെ, എന്റെ സാരിയെല്ലാം അഴുക്കാവില്ലേ? അതിന് നാറ്റം വരാൻ തുടങ്ങും. നീ താഴെ ഇറങ്ങി എനിക്ക് കുറച്ച് മിഠായി തന്നേ. ബബ്ലു പ്രായമായ യക്ഷയുടെ ചതിയും വഞ്ചനയും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവൻ ആ മരത്തേന്ന് താഴോട്ട് ഇറങ്ങിയപ്പോ പ്രായമായ യക്ഷി അവരുടെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് ബബ്ലുവിനെ ഒരു ചാക്കിനകത്തിട്ട് അവരങ്ങ് കെട്ടി. ചാക്കിനകത്തിട്ട് കെട്ടിയ ബബ്ലുവിനെ തോളത്തും വെച്ച് അവര് നേരെ അവരുടെ വീട്ടിലേക്ക് പോയി. നോക്ക് ചന്ത, നമുക്ക് ഇന്ന് രാത്രി കഴിക്കാൻ വേണ്ടിയുള്ള ആഹാരം ഞാൻ ഇതിനകത്ത് കൊണ്ടുവന്നു. ആദ്യം അതിന്റെ കയ്യും കാലും കെട്ടി പിന്നെ അതിന്റെ പെടലി മുറിച്ചാ മതി. എന്നിട്ട് അതിനെ നല്ലോണം വേവിക്കണം, നല്ല മസാലയൊക്കെ ചേർത്തിട്ട്. ഞാനിപ്പോ കുളിച്ചേച്ചിങ് വരാം. പ്രായമായ ആ യക്ഷി കുളിക്കാൻ അവിടുന്ന് പോകുന്നു. ആ പെങ്കൊച്ച് ആ ചാക്ക് തുറക്കുമ്പോ അതിനകത്തിരിക്കുന്നത് ബബ്ലു എന്ന പേരുള്ള നല്ല ഭംഗിയുള്ള ഒരു ചെറുക്കനായിരുന്നു. ബബ്ലുവിനെ ആ അവസ്ഥയിൽ കണ്ടപ്പോ പെങ്കൊച്ചിന് വിഷമം തോന്നി. രണ്ടുപേരും പരസ്പരം കുറച്ചു നേരം സംസാരിച്ചു. ഈ യക്ഷി എന്റെ ആരുമല്ല. ഒരുപാട് വർഷം മുമ്പേ ഇവര് ഗ്രാമത്തിൽ നിന്നും എന്റെ അമ്മയെ കൊണ്ടുവന്നു. ഞാൻ ആ സമയത്ത് എന്റെ അമ്മയുടെ ഗർഭത്തിലായിരുന്നു. ഇവിടെ തന്നെയാണ് ഞാൻ ജനിച്ചത്. ഈ യക്ഷി എന്റെ അമ്മയെ വലിച്ചു കയറി തിന്നു.
എന്നിട്ട് എന്നെ ഇവിടെ ഒരു അടിമയായിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്നെ കൊണ്ട് ഇവരെ അവരുടെ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യിപ്പിക്കും. ബബ്ലുവും ചന്തയും കൂടെ ഒരുമിച്ച് യക്ഷിയുടെ വീട്ടിൽ നിന്ന് ഒളിച്ചോടാൻ നോക്കും. കുളിച്ച് വന്ന ആ യക്ഷി നോക്കിയപ്പോ അവിടെ ചന്തയും ബബ്ലുവും രണ്ടുപേരെയും കാണാനില്ല. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് ഇവിടുന്ന് ഓടിപ്പോയി. യക്ഷി അവരുടെ പുറകിൽ തന്നെ ഓടാൻ തുടങ്ങി. ചന്ത ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി. ആ യക്ഷി നമ്മുടെ പുറകിൽ തന്നെ ഉണ്ടല്ലോ, ഇനി നമ്മൾ എന്തു ചെയ്യും? അപ്പോഴാണ് ബബ്ലുവിന് വനദേവത കൊടുത്ത 3 കൊട്ട ഓർമ്മ വന്നത്. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ആ പിശാചിനെ ഞാൻ ഇപ്പോൾ ഇവിടെ തന്നെ ഓടിക്കാം. ബബ്ലു ഏറ്റവും ആദ്യം ചുഴലിക്കാറ്റുള്ള കൊട്ടയാണ് തുറക്കാൻ പോകുന്നത്. പക്ഷെ ഭയങ്കരമായ ആ ചുഴലിക്കാറ്റിന് മുമ്പിലും ആ യക്ഷി തോൽവി സമ്മതിച്ചില്ല. അവര് പിന്നെയും അവരുടെ പുറകിൽ തന്നെ ഓടാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് ഇത് നിക്കണമാര് തോന്നുന്നില്ലല്ലോ. പിന്നെ ബബ്ലു കനത്ത മഴയുടെ കൊട്ടയാണ് അവരുടെ മുമ്പിൽ തുറക്കുന്നത്. ആ യക്ഷി നന്നായി പരിക്കേറ്റു. പക്ഷേ അവരിപ്പോഴും അവരുടെ പുറകിൽ തന്നെ ഓടുന്നുണ്ട്. ബബ്ലുവും ചന്തയും ഓടി ഓടി നേരെ ഗ്രാമത്തിൽ ചെന്ന് എത്തുന്നു. ഗ്രാമത്തിലുള്ള എല്ലാവരും അവരുടെ അടുത്ത് വന്ന് അവരോട് ചോദിച്ചു, എന്താ കുട്ടികളെ, എന്താ ഓടിക്കൊണ്ടിരിക്കണേ? ആ വയസ്സി പിശാച് ഞങ്ങളെ രണ്ടുപേരെയും ഓടിച്ചിട്ടിരിക്കുവാണ്. ആ പിന്നെ ഞങ്ങളും അത് കണ്ടുകൊണ്ടാണ് പേടിച്ചോണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാനാ? ചന്ത, ഇനിയിപ്പോ നമ്മൾ ആ പിശാചിനെ കൊന്നേ പറ്റൂ. ഗ്രാമത്തിലുള്ളവരെല്ലാം അതിനെ കണ്ട് പേടിച്ചോണ്ടിരിക്കുക. ഒരു പക്ഷെ നമ്മൾ അതിനെ കൊന്നില്ലെങ്കിലുണ്ടല്ലോ, അത് നമ്മളെ കൊല്ലുന്നാ തോന്നണേ. അവസാനം ബബ്ലു തീയുടെ കൊട്ടയാണ് തുറക്കുന്നത്. പ്രായമായ ആ യക്ഷി ആ തീയില് കരിഞ്ഞുപോയി. അപ്പോഴാണ് ഗ്രാമത്തിലെ മുഖിയ ആ സ്ഥലത്തെത്തുന്നത്. കുട്ടികളെ, നിങ്ങൾ നല്ലൊരു ജോലിയാ ചെയ്തത്. ആ പിശാചിന്റെ അടുത്തുനിന്ന് ഈ ഗ്രാമത്തിലുള്ള എല്ലാവരെയും നിങ്ങൾ രക്ഷിച്ചു. ഈ ഗ്രാമത്തിലുള്ള പശുക്കളെ എല്ലാം തിന്നു തീർത്തു. നിങ്ങൾക്കൊരു സമ്മാനമായിട്ട് ഞാൻ നല്ലൊരു വീട് തരുന്നതാണ്. ഗ്രാമത്തിലെ ആൾക്കാര് ബബ്ലു പിന്നെ ചന്തയുടെയും വിവാഹം നടത്തി കൊടുത്തു. പിന്നെ ബബ്ലുവും ചന്തയും ഒരുമിച്ച് താമസിച്ച് ഒരുപാട് സന്തോഷത്തോടു കൂടി കഴിഞ്ഞു. സോണു ഒരു പഴയ സാധനങ്ങൾ വാങ്ങിക്കുന്നവനാണ്. അവൻ വീടുകൾ തോറും ചെന്ന് പഴയ സാധനങ്ങൾ വാങ്ങി വിൽക്കും. അവൻ ഈ ജോലി ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. എല്ലാരും നല്ല വസ്ത്രങ്ങളാണോ ഇടുന്നത്? എന്നാണ് ഞാൻ നല്ല വസ്ത്രം ഇടുന്ന അറിയില്ലല്ലോ. എന്നെ ഇതുപോലെ പഴയ സാധനങ്ങളൊക്കെ പെറുക്കിട്ട് വാ എന്ന് പറയുന്നു. ഒരു ദിവസം കടയിൽ ട്രേയിൽ മാമ്പഴം ഇരിക്കുന്നത് അവൻ കണ്ടു. അവൻ ആ മാമ്പഴം കണ്ടതും അവൻ അത് കഴിക്കാൻ കൊതിയായി. അവൻ ആ വ്യാപാരിയുടെ അടുത്തേക്ക് ചെന്നു. ചേട്ടാ, ഒറ്റൊരു മാമ്പഴം തരുമോ? വല്ലാതെ വിശക്കുന്നുണ്ട്. ഒരു മാമ്പഴം 20 റുപ്യാണ്. 30 റുപ്യ. എന്റെ അടുത്ത് പൈസ ഇല്ലല്ലോ. എന്നാ എന്റെ അടുത്ത് മാമ്പഴം ഇല്ല. വയ്ക്കോ, ഇവിടുന്ന് ഓടിക്കോ. ആ കടക്കാരൻ അവനെ ശാസിച്ച് അവിടെ നിന്നും വിരട്ടി വിട്ടു. സോണു ആ മാമ്പഴം വളരെ ആഗ്രഹത്തോടെ നോക്കിയിട്ട് അവിടെ നിന്നും പോയി. അവൻ അങ്ങനെ നടന്ന് അവിടെ നിന്നും ഒരു പാർക്കിനടുത്ത് ചെന്നു. അവിടെ പ്രകാശ്, അനിൽ എന്നു പേരുള്ള 2 കുട്ടികൾ ഇരുന്ന് മാമ്പഴം കഴിക്കുന്നുണ്ടായിരുന്നു. നന്നായിട്ടുണ്ടല്ലേ? എന്റെ അച്ഛൻ ഇപ്രാവശ്യം നല്ല മാമ്പഴമാണ് വാങ്ങിട്ട് വന്നിരിക്കുന്നത്. എടാ അതേടാ, മാമ്പഴം കാണാൻ തന്നെ വളരെ നന്നായിട്ടുണ്ട്. ശരി, എടുക്ക്, വേഗം തന്നെ നമുക്ക് കഴിക്കാം. ഇതൊന്നും സാധാരണ മാമ്പഴമല്ല, വളരെ വിനോദമായ മാമ്പഴമാണ്. എന്നാ വിലയും കൂടുതലായിട്ടുണ്ടാവല്ലോ. വളരെ കൂടുതലാണ്. എന്റെ അച്ഛൻ ഈ മാമ്പഴം പുറത്തുനിന്നാണ് കൊണ്ടുവന്നത്. എനിക്ക് മാമ്പഴച്ച വളരെ ഇഷ്ടമല്ലേ, അതുകൊണ്ടാണ്. എനിക്ക് മാമ്പഴം കഴിക്കാൻ വളരെ ഇഷ്ടമാണ്. എനിക്ക് ഇനി നിൽക്കാൻ പറ്റില്ല. നീ മാമ്പഴം എടുക്ക്, നമുക്ക് കഴിക്കാം. അനിലും പ്രകാശും ആ മാമ്പഴം കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് സോണു അവിടെ ചെന്നു. അവർ രണ്ടുപേരും മാമ്പഴം കഴിക്കുന്നത് കണ്ടിട്ട് സോണുവിന് വീണ്ടും കൊതി വന്നു. ആ പഴയ പേപ്പർ കടക്കാരനെ നോക്ക്, നമ്മൾ മാമ്പഴം കഴിക്കുന്നത് എങ്ങനെ വിറച്ച് നോക്കുന്നുണ്ടല്ലേ. താൻ എന്താടോ ഞങ്ങളെ ഇങ്ങനെ നോക്കുന്നത്? നീ ഇതുവരെ മാമ്പഴം കണ്ടിട്ടില്ലേ? എന്താ, എനിക്ക് മാങ്ങ വേണോ? സോണു അതേ എന്ന് പറഞ്ഞ് തലയാട്ടി. അവർ അവന്റെ നേരെ മാമ്പഴം നീട്ടി. സോണു അത് വാങ്ങിക്കാനായി ശ്രമിച്ചപ്പോൾ അവർ ആ മാമ്പഴം പുറകിട്ടെടുത്തു. ആ മാമ്പഴം വാങ്ങിക്കുന്ന ആഗ്രഹത്തിൽ സോണു കാല് തട്ടി താഴെ വീണു. വന്നിട്ടുണ്ട് മാങ്ങ കഴിക്കാൻ വേണ്ടി. എടാ, നിനക്ക് ഉളുപ്പുണ്ടോ? നിനക്ക് അണ്ടി പോലും കഴിക്കാനുള്ള യോഗ്യതയില്ല. എത്ര വില ഉയരുന്ന മാമ്പഴം അറിയോ? ഇതിന്റെ മണം തന്നെ പിടിക്കുന്ന വലിയ കാര്യാ. നീ ഓടിക്കോ. പ്രകാശും അനിലും അവനെ നോക്കി ചിരിച്ചു. സോണു വളരെ വിഷമത്തോടെ അവിടെ നിന്നും പുറപ്പെട്ടു പോയി. തോളിൽ ആ പഴയ ചാക്കുമൂട്ടയും ചുമന്നുകൊണ്ട് പോയി. അവൻ അതുവഴി പോകുമ്പോൾ ഒരു വയസ്സായ സ്വാമിജി തറയിൽ മയങ്ങി വീണു കിടക്കുന്നത് അവൻ കണ്ടു.
അദ്ദേഹത്തെ കണ്ടതും അവൻ ഓടി അദ്ദേഹത്തിനടുത്തേക്ക് ചെന്നു. സ്വാമിജി, എന്തു പറ്റി നിങ്ങൾക്ക്? എന്താ നിങ്ങൾ മയങ്ങി കിടക്കുന്നത്? ഇദ്ദേഹത്തിന് ഞാൻ വെള്ളം കൊടുക്കണമല്ലോ. സോണു അവിടെ നിന്നും ഓടിച്ചെന്ന് തൊട്ടടുത്തുണ്ടായിരുന്ന നദിയിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ട് വന്നു. ആ വെള്ളം സ്വാമിജിയുടെ മുഖത്തിലേക്ക് തെളിച്ചു. അപ്പോഴാണ് ആ സ്വാമിജി കണ്ണു തുറന്നു നോക്കിയത്. സോണു തന്റെ അടുത്തിരിക്കുന്നത് കണ്ടിട്ട് ആ സ്വാമിജി പറഞ്ഞു, ആരാണ് മോനെ നീ? ഇവിടെ നീ എന്തു ചെയ്യാണ്? ഞാൻ എങ്ങനെയാ ഇവിടെ മയങ്ങി കിടക്കുന്നത്? എനിക്കൊന്നും ഓർമ്മയില്ല മോനെ. സ്വാമിജി, ഈ ഭയങ്കര വെയിൽ കൊണ്ടാണ് നിങ്ങൾ ഇവിടെ മയങ്ങി കിടക്കുന്നത്. ഞാൻ അടുത്തുള്ള നദിയിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് നിങ്ങൾ എടുത്തിട്ടത്, പിന്നെ കുടിക്കാനും തന്നു. അതിനുശേഷമാണ് നിങ്ങൾ കണ്ണു തുറന്നു നോക്കിയത്. നിനക്ക് വളരെ വളരെ നന്ദിയുണ്ട് മോനെ. നീ എന്നെ ഇത്രയും നോക്കിയല്ലോ. സ്വാമിജി, അതെന്റെ കടമയാണ്. അത് ശരി, നീ എന്താ ഇത്ര ശോകമായിട്ടുള്ളത്? നിന്നെ ആരെങ്കിലും വല്ലതും പറഞ്ഞോ മോനെ? സോണു ആ സ്വാമിജിയോട് നടന്നതൊക്കെ പറഞ്ഞു. പിന്നീട് അവൻ തനിക്ക് മാമ്പഴം വേണമെന്ന ആഗ്രഹം അദ്ദേഹത്തോട് പറഞ്ഞു. സ്വാമിജി സോണു പറഞ്ഞതെല്ലാം കേട്ടിട്ട് അവനെ സമാധാനിപ്പിച്ചിട്ട് അവനോട് പറഞ്ഞു, സോനു, നീ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ നിനക്ക് ഈ കമണ്ടലം തരാം മോനെ. ഇതിലിരുന്നാണ് മാമ്പഴം ചാറ് വരാറ്. നീ എത്ര പ്രാവശ്യം ചായക്കുന്നുണ്ടോ അത്രയും പ്രാവശ്യം മാമ്പഴം ചാറ് വരും. നിനക്ക് എത്ര പ്രാവശ്യം ആയാലും എത്ര വേണമെങ്കിലും നിനക്ക് മാമ്പഴം ചാറ് കുടിക്കാൻ പറ്റും. സ്വാമിജി സോണിന്റെ കയ്യിൽ ആ കമണ്ഡലം കൊടുത്തു. കമണ്ഡലം കിട്ടിയതും സോണുവിന് ഒരുപാട് സന്തോഷമായി. പിന്നെ തന്റെ ആഗ്രഹം തീരുന്നതുവരെ അവൻ മാമ്പഴ ജ്യൂസ് കുടിച്ചു. അവൻ മാത്രം കുടിക്കാതെ തന്നോടൊപ്പമുള്ള പാവപ്പെട്ടവർ എല്ലാവർക്കും അവൻ ആ ജ്യൂസ് നൽകി. അവർക്കെല്ലാവർക്കും സന്തോഷമായി. ഒരു ദിവസം സോണു കമണ്ഡലത്തിൽ നിന്നും മാമ്പഴ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അത് തന്റെ കൂട്ടുകാർക്കും നൽകി. അപ്പോൾ അനിലും പ്രകാശും അത് കണ്ടു. പ്രകാശ്, ഇവനാ അണ്ടിച്ചക്കനല്ലേ? ഇവനല്ലേ നമ്മൾ കഴിക്കാൻ ആ മാങ്ങ തരാത്തത്? ഇവനല്ലേ എന്ന് നമ്മൾ അടിച്ച് ഓടിപ്പിച്ചത്? അതേ പഴയ സാധനം വെക്കുന്നവനല്ലേ? ആ, അവൻ തന്നെയാണ്. പക്ഷെ ഇവൻ പേപ്പർ പെറുക്കുന്നവനല്ലേ? ഇവന് എങ്ങനെയാണ് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള മാമ്പഴം ജ്യൂസ് കിട്ടിയത്? അതും ഇത്രയും മാമ്പഴം ജ്യൂസ്? അത് ഇവൻ മറ്റുള്ളവർക്കും കൊടുക്കുന്നുണ്ടല്ലോ. ഇത് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ മോനെ. അനിലും പ്രകാശും കള്ളത്തരമായി ഒളിച്ചു നിന്ന് നോക്കി. കമണ്ഡലത്തിന്റെ മാമ്പഴ രഹസ്യം അവർക്ക് മനസ്സിലായി. അങ്ങനെയാണോ? അവന്റെ അടുത്തുള്ള മാമ്പഴ ജ്യൂസിന്റെ രഹസ്യം അതാണോ? ഈ കമണ്ടലം നമുക്കങ്ങ് അടിച്ചു മാറ്റിയാലോ? പിന്നെ ഇവൻ എങ്ങനെയാ മാമ്പഴം ജ്യൂസ് കുടിക്കുന്നത് നമുക്ക് കാണാലോ. അനിലും പ്രകാശും സോണുന്റെ കണ്ണ് തെറ്റിച്ച് ആ കമണ്ഡലം മോഷ്ടിച്ചു. എന്നിട്ട് മലയുടെ മുകളിൽ ചെന്ന് ഒളിച്ചിരുന്നു. അവിടെ ചെന്നതും അവർ രണ്ടുപേർക്കും ഇടയിൽ തർക്കമായി. അതായത് അതിലുള്ള മാമ്പഴ ജ്യൂസ് ആർക്കാണ് സ്വന്തമെന്ന്. താ പ്രകാശ്, ആ കമണ്ടലം താ. അതിലുള്ള മാമ്പഴ ജ്യൂസ് നമുക്ക് കുടിക്കാം. കമണ്ടലം ഞാൻ തരണം. എന്റെ കയ്യിൽ കമണ്ടലം ഉണ്ടെങ്കിൽ അതിലുള്ള ജ്യൂസ് ഞാനാണ് കുടിക്കുക. എന്താ മനസ്സിലായോ? ഇല്ല ഇല്ല ഇല്ല, കമണ്ടത്തിലുള്ള മാമ്പഴ ജ്യൂസ് ഞാനാണ് കുടിക്കാൻ പോകുന്നത്. എവിടെ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് വാങ്ങി നോക്ക്. മാമ്പഴം ജ്യൂസുള്ള കമണ്ടലം ഇപ്പൊ എന്റെ കയ്യിലാണ് ഉള്ളത്. ഈ കമണ്ടലം കക്കാൻ ഞാനാണ് കഷ്ടപ്പെട്ടത്. അത് മാത്രമല്ലാതെ ഇതിലുള്ള ജ്യൂസൊക്കെ എനിക്കാണ്. ഞാൻ വേണേ ഇത്ര ബാക്കി ഉണ്ടെങ്കിൽ തരാം. പ്രകാശും അനിലും ആ കമണ്ഡലത്തിന് വേണ്ടി വഴക്കുണ്ടാക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന കമണ്ഡലം വഴുതി താഴേക്ക് വീണു. പിന്നെ മാമ്പഴ ജ്യൂസ് താഴെ എല്ലാം പോയി. എത്ര പ്രാവശ്യമാണോ ആ കമണ്ഡലം മലയിൽ ഇടിപെടുന്നത് അത്രയും പ്രാവശ്യം അതിൽ നിന്നും മാമ്പഴം ജ്യൂസ് പുറത്തേക്ക് വന്നു. അവിടെ നിന്നും ഒരു മാമ്പഴ ജ്യൂസ് നദി തന്നെ ഉണ്ടായി. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കമണ്ടലം എന്റെ അടുത്ത് തരാൻ. ഞാൻ ഇതിൽ നിന്ന് മാമ്പഴം ജ്യൂസ് നന്നായിട്ട് എടുത്തേനെ. എല്ലാം നിന്നെ കൊണ്ടാണ് ഇത് എനിക്ക് എടുക്കാൻ പറ്റാതെ കിട്ടിയത്. പിന്നെ ഇത് എത്ര പ്രാവശ്യം മലയിൽ നിന്ന് ഇടി കിട്ടുന്നുണ്ടോ അത്രയും പ്രാവശ്യം മാമ്പഴം ജ്യൂസ് വന്നുകൊണ്ടിരിക്കും. എന്തൊരു കഷ്ടാണല്ലേ. ഇങ്ങനെ തന്നെ വന്നുകൊണ്ടിരുന്നാൽ മാമ്പഴ ജ്യൂസ് നദി തന്നെ. എനിക്കെങ്ങനെ അറിയും ഇത് ഇതുപോലെ നദി പോലെ ഓടുന്ന അറിയില്ലല്ലോ. ഇതൊരു മായമന്ത്രമാണല്ലോ. കുറച്ചു സമയത്തിനകം ആ ഗ്രാമം മൊത്തം മാമ്പഴം ജ്യൂസ് കൊണ്ട് നിറഞ്ഞു. എല്ലാരും ആ മാമ്പഴ ജ്യൂസിൽ നീതി നടക്കുകയായിരുന്നു. എല്ലാവരുടെ വീട്ടിനകത്തും മാമ്പഴ ജ്യൂസ് കൊണ്ട് നിറഞ്ഞു. പിന്നെ സോണു ഈ മാമ്പഴ ജ്യൂസ് വെള്ളത്തിനെ കുറിച്ച് കേട്ടതും തന്നെ അവൻ ഉടൻ തന്നെ ആ കമണ്ഡലത്തിനെ തേടി പോകാൻ തുടങ്ങി. ആ വെള്ളം പോകുന്ന വഴിയിൽ കൂടെ പോയി അവൻ ആ കമണ്ഡലത്തിനടുത്തേക്ക് ചെന്നു. ഈ കമണ്ടത്തിലുള്ള മാമ്പഴം ജ്യൂസ് ഒരു വെള്ളം പോലെ വന്നല്ലോ. ഇത് ഞാൻ എങ്ങനെയെങ്കിലും നിർത്തിയേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഗ്രാമം മുഴുവൻ മുഴുങ്ങിപ്പോവും. സോണു ആ കമണ്ഡലം തന്റെ കയ്യിൽ എടുത്തു. എന്നിട്ട് കമണ്ഡലത്തിനോട് പറഞ്ഞു, കമണ്ടലമേ, ഈ മാമ്പഴ ജ്യൂസൊക്കെ നീ തന്നെ തിരിച്ച് എടുത്തോളണം. ഇതുപോലെ നീ മാമ്പഴം ജ്യൂസ് ഇങ്ങനെ തന്നോണ്ടേ ഇരുന്നാൽ പിന്നെ ഈ ലോകം മുഴുവനും മാമ്പഴം ജ്യൂസുകളിൽ മുഴുങ്ങിപ്പോവും.
ഞാൻ നിന്റെ അടുത്ത് അപേക്ഷിക്കുകയാണ്, ഈ മാമ്പഴ ജ്യൂസൊക്കെ നീ തിരിച്ചെടുത്തോളണം. ആ കമണ്ടലം തന്റെ അകത്തേക്ക് മാമ്പഴ ജ്യൂസ് മൊത്തം വലിച്ചെടുത്തു. പിന്നെ എല്ലാം തന്നെ വീണ്ടും പഴയതുപോലെ ആയി. പിന്നീട് സോണു ആ കമണ്ടലം എടുത്തുകൊണ്ട് അതേ സ്വാമിജിയെ കാണാൻ ചെന്നു. സ്വാമിജി, ഇനി ഈ കമണ്ടൽ ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഈ കമണ്ടലം കൊണ്ടാണ് മാമ്പഴം ജ്യൂസിന്റെ നദി തന്നെ ഓടിയത്. ഞാൻ ചോദിച്ചത് കുറച്ച് മാമ്പഴം ജ്യൂസേ ഉള്ളൂ. ഈ കമണ്ടല മാമ്പഴം ജ്യൂസ് കൊണ്ട് ഇനി ഒരു പ്രശ്നവും വരാൻ പാടില്ല. ശരി, നിനക്ക് എന്താണ് വേണ്ടത് അത് പറയൂ. സ്വാമിജി, ഞാൻ ഈ കമണ്ടലം നിങ്ങളെടുത്ത് തിരിച്ചു തരാൻ വന്നതാണ്. നിങ്ങൾ ഈ കമണ്ടലം തിരിച്ചു വാങ്ങിക്കൊള്ളണം. ഇതുകൊണ്ട് തിരിച്ച് നമുക്ക് ഒരു പ്രശ്നം വരാൻ പാടില്ല. ശരി മോനെ, ഞാൻ തിരിച്ചു നിന്റെ അടുത്ത് നിന്ന് ഈ കമണ്ടലം വാങ്ങിച്ചോളാം. പക്ഷേ നിനക്ക് വീണ്ടും മാമ്പഴം ജ്യൂസ് കുടിക്കണമെന്ന് ആഗ്രഹം വന്നാൽ നീ ധാരാളമായിട്ട് എൻ്റെ അടുത്ത് വരാം. ഞാൻ ഈ കമണ്ടലം കൊണ്ട് നിനക്ക് ധാരാളമായിട്ട് മാമ്പഴം ജ്യൂസ് തരാം, അണ്ടിയില്ലാതെ. ശരി സ്വാമിജി. പിന്നെയും എനിക്ക് മാമ്പഴം ജ്യൂസ് കുടിക്കാൻ ആഗ്രഹം വന്നെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളെടുത്ത് വരാം. പക്ഷേ ഈ കമണ്ടലം മൂലമായിട്ട് ഞാൻ മാമ്പഴം ജ്യൂസ് ചോദിക്കില്ല. കാരണം അമൃതം കൂടിയാലും വിഷമല്ലേ. കാരണം ഏതിലും നമ്മൾ ആഗ്രഹിച്ചാലും അത് നമുക്ക് പ്രശ്നത്തിലുണ്ടാക്കുമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്തുണ്ടോ അത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ജീവിച്ചോളണം. നിനക്ക് മനസ്സിലായാൽ മതി മോനെ. അത്യാഗ്രഹം വളരെ മോശമായ സാധനമാണ്. അത്യാഗ്രഹം കൊണ്ടാണ് രമേശും അനിലും ഈ കമണ്ടലം മോഷ്ടിച്ചത്. അതൊരു വലിയ പ്രശ്നത്തിലാണ് കൊണ്ടുപോയത്. സോണു സ്വാമിജിയെ വണങ്ങിയിട്ട് ആ സ്ഥലത്തു നിന്നും തിരിച്ചുപോയി. പിന്നെ വീണ്ടും പഴയതുപോലെ പഴയ സാധനങ്ങൾ വാങ്ങിക്കുന്ന ജോലി അവൻ തുടങ്ങി. ഇപ്പോൾ അവൻ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയാൽ അപ്പോൾ അവൻ ആ സ്വാമിജിയെ കാണാനായി അവിടേക്ക് പോകും. അദ്ദേഹവും തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് അവൻ ചോദിക്കുന്നതെല്ലാം തന്നെ നൽകും. പക്ഷെ അവൻ ഒരിക്കലും അത്യാഗ്രഹി ആയതേയില്ല. എന്തുകൊണ്ടെന്നാൽ അത്യാഗ്രഹത്തിന്റെ ബലം എന്താണെന്ന് അവന് മനസ്സിലായി. മറുവശത്ത് അനിലും പ്രകാശും നല്ലൊരു പാഠം പഠിച്ചു. ഇപ്പോൾ അവർ ഒരു പാവപ്പെട്ടവരെയും കഷ്ടപ്പെടുത്താറേയില്ല. പിന്നെ അത്യാഗ്രഹവും അവർ കൈവെടിഞ്ഞു.